നമ്മുടെ ഈ പുത്തനത്താണി, മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ ഒരു മഹാനായ വലിയ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജനങ്ങൾ ഇട്ടിരുന്നത് പെണ്ണ് കെട്ടാൻ പൂതിമസ്താൻ എന്നാണ്. പെണ്ണ് കെട്ടാൻ പൂതിമസ്താൻ, വലിയുള്ളാഹി പെണ്ണ് കെട്ടാൻ പൂതി എന്നാണ്. ഇപ്പോൾ അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ മീതാങ്കല്ലിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് പെണ്ണ് കെട്ടാൻ പൂതി ഉപ്പാപ്പ, മരണം ജനനം എത്ര എന്നാ. അദ്ദേഹത്തിന് ഈ പെണ്ണ് കെട്ടാൻ പൂതി എന്ന് പേരിടാനുള്ള കാരണം, അദ്ദേഹം നേരം വെളുത്തൊരു വടിയെടുത്ത് പുറത്തിറങ്ങിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ചെല്ലുന്നത്. നേരെ പോകുമ്പോ പറയുന്നത് പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. മൂപ്പര നിൽക്കുന്നതാ, പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോ നാട്ടിൽ കുറച്ച് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഉണ്ടായി. അവര് പറഞ്ഞു ഇയാൾക്ക് വട്ടാന്നാ തോന്നുന്നത്, നേരം വെളുത്ത് വൈകുന്നേരം വരെ പെണ്ണ് കെട്ടാൻ പൂതി കായില്ലാത്ത കേട്. അങ്ങനെയുണ്ടോ നിക്കറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂടെ. അങ്ങനെ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂടി ഒരു മീറ്റിംഗ് കൂടി ഒരു ദിവസം. നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിൽ ചെയ്തു. പാവപ്പെട്ട കുട്ടികളെ കെട്ടിച്ചു, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തു, സാധുക്കളെ സഹായിച്ചു. കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ 19 കൊല്ലായി ഒരു വയോവൃദ്ധൻ ഒരു വടിയും തൂക്കി വിളിച്ചു പറയാൻ തുടങ്ങി പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. അതുകൊണ്ട് നമ്മുടെ വാപ്പാരുടെ കാലം പോലെ തുടങ്ങിയതാ ഈ വിളിച്ചു പറയല്. ഇതിനൊരു അവസാനം വെക്കണം. അതുകൊണ്ട് ഇയാൾക്കൊരു പെണ്ണ് കെട്ടിക്കണം എന്ന് തീരുമാനിച്ച് നാട്ടിലെ ചെറുപ്പക്കാരൊരു സംഘടന ഉണ്ടാക്കി ഒരു പണപ്പിരിവ് നടത്തി. പെണ്ണിനെ കിട്ടണ്ടേ? അങ്ങനെ നാട്ടിൽ അന്വേഷിച്ച് നടന്നപ്പോ 3 തലാക്കും ചൊല്ലി ഒഴിവാക്കി ഒരു താത്തുണ്ടായിരുന്നു. വയസ്സ് 10-60ആയി, അതിന് ആഖിറത്തിലേക്ക് പോകാനായി. അതുകൊണ്ട് ഇനി വേറൊരു പുതിയ ആപ്പിള വരുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഈ ഇത്താത്തയുടെ അടുത്ത് എന്നിട്ട് ചെറുപ്പക്കാർ പറഞ്ഞു, ഇത്താത്ത നിങ്ങൾക്ക് ഞങ്ങളൊരു കല്യാണം ശരിയാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മരിച്ചു പോകുമ്പോൾ നല്ല ആളായി മരിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ വടി പിടിച്ച് നടക്കുന്ന പെണ്ണ് കെട്ടാൻ പൂതി പാപ്പുണ്ടല്ലോ, മൂപ്പരെ കൊണ്ട് നിങ്ങളൊന്ന് നിക്കാഹ് ചെയ്യിപ്പിക്കണം. തന്നെയല്ല മൂപ്പര് കുറെ കാലമായി നാട്ടിൽ കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. സാധു അദ്ദേഹത്തിന് കാശില്ലാണ്ട ഞങ്ങളൊരു പിരിവൊക്കെ നടത്തി ഒരു 5-8 പവന്റെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് മഹർ കൊടുക്കാനുള്ള സ്വർണം വാങ്ങിച്ച് നിങ്ങൾക്ക് നിക്കാഹിനുള്ള പണം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാര്യയാവാൻ തയ്യാറാവണം. വയസ്സാം കാലത്ത് ഇന്നൊരു നല്ല മനുഷ്യന്റെ ഭാര്യയായി മരിക്കാലോ, അങ്ങനെ സ്വർഗത്തിൽ കടക്കാലോ എന്ന് നെയ്യത്തെടുത്ത ആ ഇത്താത്ത വിവാഹത്തിന് സമ്മതിക്കുകയാണ്. ദിവസമൊക്കെ പറഞ്ഞുറപ്പിച്ചു, നിക്കാഹിന്റെ ദിവസമൊക്കെ ഉറപ്പിച്ചു. പെണ്ണ് കെട്ടാൻ പൂതി ഉപ്പാപ്പാനെ തെരഞ്ഞ് ചെറുപ്പക്കാരിങ്ങനെ നടന്നപ്പോ ഒരു പീഡിയത്തിനിടെ മുമ്പത്ത് ഇങ്ങനെ ഇരിക്കുക. പാപ്പാടി എന്നിട്ട് പറഞ്ഞു, പാപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായ ദിവസമാണെന്ന്. എന്തേ? ഞങ്ങളുടെ വാപ്പാരുടെ കാലം മുതല് ഞങ്ങൾ നിങ്ങളെവിടെ കാണുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെ വിളിച്ചു പറഞ്ഞു നടക്കാണ് പെണ്ണ് കെട്ടാൻ പൂതിയുണ്ട് കാശില്ലാത്ത കേടുന്ന. അപ്പൊ ഞങ്ങളൊരു പിരിവൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്കൊരു സ്ത്രീയെ ഭാര്യയായി കണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം. ബഹുമാനപ്പെട്ട പെണ്ണ് കെട്ടാൻ പൂതി മസ്താൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ കണ്ടുവച്ച ഇത്താത്ത എവിടെയാണ്? ഉടനെ തന്നെ കുട്ടികൾ പറഞ്ഞു, പുത്തനത്താണിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിലെ ഇത്താത്തയാണ് നിങ്ങളുടെ ഭാര്യയാകാൻ പോണത്. അപ്പോൾ ഉപ്പാപ്പ പറയുന്നു, മക്കളെ നിങ്ങൾ വിചാരിച്ച പെണ്ണല്ലേ എനിക്ക് വേണ്ടത്, ഞാൻ വിചാരിച്ച പെണ്ണേതാണെന്നോ? കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ ലം യത്മിസുഹുന്ന ഇൻസും ഖബിലഹും വലാ ജാൻ. ആണല്ല പെണ്ണല്ല, നിങ്ങൾ പറയുന്ന പെണ്ണല്ല എനിക്ക് വേണ്ടത്. ജിന്നുകളും ശൈത്താനും തൊടാത്തവളോ, മനുഷ്യൻ തൊടാത്തവളോ, ഇന്ന് വരെ ഒരു മനുഷ്യനും ഒരു ജിന്നും തൊടാത്തവളോ, ഈ യാഖൂത്ത് മർജാൻ പോലത്തെ ഭംഗിയുള്ളവരോ, കന്യകാത്തം ഭേദിക്കപ്പെടാത്ത സ്വർഗത്തിലുള്ള കൂറുള്ളിങ്ങളുണ്ടല്ലോ, അവളെ കെട്ടണം എന്നാണ് ഞാൻ ഈ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ചെറുപ്പക്കാര് ചോദിച്ചു, പാപ്പാ സ്വർഗത്തിലെ പെണ്ണ് കെട്ടാൻ എന്തിനാ നിങ്ങൾ കാശില്ല എന്ന് പറയണത്? ഉപ്പാപ്പ പറയുന്നു, കുട്ടികളെ കാശ
കാശെന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ദിനാറല്ല, പൈസയല്ല. ഇബാദത്താകുന്ന പണം എന്റെ കയ്യിലില്ലല്ലോ, അതുകൊണ്ട് സ്വർഗത്തിലെ പെണ്ണ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനിതാ വിളിച്ചു പറയുന്നു, പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേടു. കണ്ടോ എങ്ങനെയുണ്ട്? പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട്. പൂതി ഉണ്ട്, അങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് വരികയാണ്. ഏയ്